ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സണെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓൾറെഡി പുലർച്ചെ അതിനൊരു തണുപ്പുമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്ന തണുപ്പും കൊണ്ടില്ല, അപ്പോൾ ഒരു എക്സ്ട്രാ തണുപ്പാണ് ഇപ്പം. നമ്മളൊരു 4:30 ആയപ്പോൾ ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് ചായയൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോഴാണ് ഞങ്ങളെല്ലാം ഉഷാറായത്. ഇതാണ് എൻ്റെ വൺ ആൻഡ് ഓൺലി സിസ്റ്റർ അസ്ന മറിയം ഡേവിഡ്. അവളും ഇപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല എല്ലാവരും. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരത്തെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഫുള്ള് കാറ്റും മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളൊരു ഏകദേശം 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നു. ആ സമയം കൂടി ഞങ്ങൾ ചെറുതായിട്ട് നടന്നിട്ടൊക്കെ വന്നു. അങ്ങനെ നമ്മൾ നേരം നല്ലോണം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഫുള്ള് കണ്ടെയ്നർ വല്ലതും ഉണ്ടോ നോക്കുമായിരുന്നു. കാരണം കൊല്ലം കുറേ തീരത്ത് ഇങ്ങനെ കണ്ടെയ്നറുകൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നടന്നു. പിന്നെ കുറച്ച് പിക്സൊക്കെ എടുത്തു. നോർമലുള്ള ക്ലൈമറ്റിനെക്കാളും കുറച്ചൊരു അഗ്രസീവായൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങളിൽ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഇവിടെ വന്നപ്പോൾ ചെടി ഷോപ്പൊക്കെ കണ്ടു. ആ സമയം അല്ലൂമ്മയും എൻ്റെ അമ്മയും പോയി അവിടെ ഫുള്ള് നോക്കി ചെടി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ചെടികളൊന്നും വാങ്ങിയില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ മനസ്സിങ്ങനെ ചാഞ്ചാടുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങണം വാങ്ങണം എന്ന് വെച്ചിട്ട്. പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ട് അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പിനുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടത് കേട്ടോ. അപ്പം അവനും എൻ്റെ പപ്പ ഇങ്ങനെ തിരക്കി ഇങ്ങനെ നിൽക്കണം. അവനങ്ങ് ഫുള്ള് അതിൻ്റെ അപ്പുറത്ത് ചാടണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. സോ കുറേ ഹാപ്പി ഫേസസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എത്രയോ വർഷങ്ങളായിട്ട് പുറത്ത് നിൽക്കുന്നവരല്ലേ. അപ്പം അവരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് അവരുടെ റിലേറ്റീവ്സിനൊക്കെ തിരയുന്ന കാണുമ്പോൾ നമുക്കും ആ ഒരു മൊമെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവർ തിരയാണ്. അത്ര ആൾക്കാരടയ്ക്കും. ഇത് കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പുറത്തിറങ്ങി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പം അവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് കുറേ കുഞ്ഞു കുട്ടികൾ അവരുടെ പപ്പയൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ പേരൻസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കി ഇതിലേ വരും. അപ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ പപ്പ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പപ്പയൊക്കെ പിക്ക് ചെയ്തു. നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. കാരണം ഇത്ര വർഷത്തിന് ശേഷം കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇത്രയും നേരം ഒന്നും കഴിച്ചിട്ടില്ല. പപ്പ ഒന്നും കഴിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ ഡേയിൽ നോൺ വെജ് ഹോട്ടൽസ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ അവസാനം ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ആ ഹോട്ടലും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ അവസാനം ഞങ്ങളൊരു ഹോട്ടൽ കിട്ടി. ഇത് ഹോട്ടൽ ചിന്നൂസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നല്ല സൂപ്പർ ആംബിയൻസും അതുപോലെ തന്നെ നല്ല ഫുഡാണ്. നല്ല ക്വാളിറ്റി ഫുഡും നല്ല സ്റ്റാൻഡേർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഹോട്ടൽ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്കൊരു ഷോപ്പിക്കായിട്ട് പപ്പയ്ക്ക് ചെരുപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിൽ എത്തി.